നന്നായിട്ട് സ്കിൻ ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഒരു പേരാണ് കേട്ടോ. അപ്പം ഞാൻ 40 വയസ്സായ ഒരാളാണ്. എൻ്റെ ഫേസിൽ ഒരുപാട് ഡ്രൈനെസ്സോ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഫാമിലി ഇപ്പം 27K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി യങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എല്ലാവരുടെ ആഗ്രഹം എന്നാണെന്നറിയാവോ? ഒരു ഗ്ലാസ് സ്കിൻ വേണം, അല്ലെങ്കിൽ കുറച്ച് ഗ്ലോ വേണം. ഫേസിൽ എപ്പോഴും ഒരു ഗ്ലോ നിൽക്കുന്നതൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അല്ലേ? മേക്കപ്പ് ആയാലും ബ്യൂട്ടി ടിപ്സ് ചെയ്യുമ്പോഴും എല്ലാവരുടെ ആഗ്രഹം ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 7 days ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറി യങ് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് ഉണ്ടാകും. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുമല്ലാതെ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മഞ്ഞുള്ള സമയത്ത് നിങ്ങളിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് ഇതിനെ ഫേസ് പാക്ക് എന്നോ ഫേസ് ക്രീം എന്നോ ഒക്കെ പറയാം. പിന്നെ ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 7 ദിവസത്തേന് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും കണ്ണിന് താഴെ ചിലർക്ക് ഇങ്ങനെ പഫ്നെസ് ഒക്കെ ഉണ്ട്, ആ ഒരു പഫ്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ വീഡിയോസ് കൂടുതലായിട്ടും ആൾക്കാർ കാണുന്നത് 40 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം ഞാൻ 40 വയസ്സായ ഒരാളാണ്. എൻ്റെ ഫേസിൽ ഒരുപാട് ഡ്രൈനെസ്സോ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതിലേറ്റവും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. ഞാൻ ഡെയിലി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇത്രയും ക്ലിയർ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് 100% റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. അപ്പം ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തീരെ ചെറിയ സ്പൂണിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് എടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ്. 1/2 സ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ചെറിയ എമൗണ്ട് എടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ്. 1/2 സ്പൂൺ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗ്ലിസറിൻ നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഗ്ലിസറിൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസ് ക്രീമെന്നോ ഫേസ് പാക്കെന്നോ ഒക്കെ പറയാം. നിങ്ങളിത് ഡെയിലി ചെയ്യുക. ഡെയിലി ഒരു 7 days ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കറുത്ത പാടുകൾ ചുളിവുകളൊക്കെ മാറ്റി സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫേസിൽ ഡ്രൈനെസ് ഒക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഫേസ് ക്രീം എന്നൊക്കെ ഇതിനെ പറയാം. നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് അങ്ങനെ തന്നെ അബ്സോർബ് ആയി പൊക്കോളും. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് കിടക്കാം കേട്ടോ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇത് ഫേസിൽ വെച്ചിരിക്കണം. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫേസിലെ ഡ്രൈനെസ് മാറാനായിട്ട് ചുളിവുകൾ കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇത് തേച്ചതിന് ശേഷം നമ്മൾ ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് സ്കിൻ ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പം ഞാനിത് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഫേസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. വാഷ് ചെയ്യാതെ കിടക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം. പക്ഷേ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫേസിൽ ഇത് വെച്ചിരിക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. ഇത് അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഐറ്റമാണ്. ഇത് നമുക്ക് തേച്ച് കിടക്കാം. രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടമ്മമാർക്കും ജോലിക്കാർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.